ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, മഴയുടെ ഗ്യാപ്പ് നോക്കി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓർക്കാം, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ PDM-ല്, ഞങ്ങളുടെ ഒന്നും പറയാൻ പാടില്ലല്ലോ, നമ്മുടെ അല്ലേ, അയ്യോ നമ്മുടെ കുടുംബാംഗങ്ങൾ PDM-ലെ പിന്നെ ഒരു ബ്രദറിന്റെ ഫാമിലിനെ കണ്ടപ്പോൾ പറയാനേ. അപ്പം വേറൊരു ചെറിയ പ്രായമുള്ള ഒരു അമ്മച്ചി എടുത്തിന് വർത്താനം പറഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമായിരുന്നു പറഞ്ഞു ഈ കുടുംബേ. അപ്പൊ പ്രായമുള്ള ഒരു അമ്മച്ചി ശുശ്രൂഷയാണ് പറയുന്നത്, ആ ചിരിച്ചോണ്ട് പറയുന്ന അച്ഛനല്ലേ, അച്ഛൻ നല്ല ചിരിയാണ്, എന്നിട്ട് ഓരോ കുത്തും തരുമെന്ന്. എനിക്ക് അറിയുമ്പോൾ അത് വലിയ സന്തോഷം തോന്നി. കാരണം വചനത്തിലൂടെ ഒരു കുത്താണല്ലോ വരുന്നത്, ഒരു പിടുത്തം വരുന്നുണ്ടല്ലോ. ശരിക്കും വചനം കേൾക്കുമ്പോൾ കുറച്ചൊരു അസ്വസ്ഥത വരുന്നത് വളരെ നല്ലതാണ്. പ്രായമുള്ളവരുടെ സ്വതസിദ്ധമായൊരു കമന്റ് ആണല്ലോ. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വ്യാഴാഴ്ച ദിവസം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പല ഞെരുക്കങ്ങൾ, പല എല്ലാത്തിലും എല്ലാ കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൈദികര ധ്യാനത്തിന്റെ ഒരു അറിയിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നായിരുന്നു. ജൂലൈ മാസം 6 മുതൽ 11 വരെയാണ് വൈദികര ധ്യാനം ഉള്ളത്. അപ്പോൾ നിങ്ങൾ കാർഡൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്ന കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കാർഡ്. നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് പറയുകയൊക്കെ ചെയ്ത്, ചാട്ടപ്പള്ളി വൈദ്യർ ധ്യാനം കൊണ്ട് പോയിരുന്നോ, ഇത് വിളിച്ചാലേ വരുള്ളൂ. അങ്ങനെയാണ് ബൈബിളിലെ രീതി. വിവാഹ വിരുന്ന് ഇറങ്ങുമ്പോൾ പോയി വിളിക്കണം, അങ്ങനെയുള്ള രീതി. എന്ന് പറഞ്ഞാൽ സ്വർഗീയ വിരുന്നിന് വിളിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ധ്യാനത്തെ ഇങ്ങനെ വിളിക്കുന്നത് വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്മ ചൊല്ലി പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിന്റെ തിലക്കെട്ട് 2:18 പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾ മനോഹരമായി 2:18 നിങ്ങൾ നോക്കണേ. 2:18 ദൈവവചനം വെളിപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്. എന്തൊരു കഷ്ടമാണിത്. അതിനെതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ചു രക്ഷ പ്രാപിച്ചവൻ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടില്ലോ. അവനെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മദ്യപാനത്തിന് കൂട്ടുകെട്ടുണ്ടായിരുന്ന ഒരാൾ. അയാള് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ആരൊക്കെയോ നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് കണ്ണുനീരും പ്രാർത്ഥനയും കേട്ടൊരു ധ്യാനം കൂടി കഷ്ടിച്ച് ആ മദ്യവെച്ച് ജീവിക്കുന്നവരുടെ ആ കൂട്ടിൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടൊന്ന് പിടിച്ച് കയറി ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഒരു 1.5 ദിവസമായല്ലോ. അപ്പോഴത്തേക്കും ഈ പറയുന്ന ടീമുകള്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ടീമുകൾ, അവരെ തന്നെ വരണമെന്നില്ല, അവരുടെ ടീം കമ്പനിക്ക് പോലും പോകുന്നില്ല. പക്ഷെ തന്നെ വേറെ ടീമുകൾ വന്നിട്ട് പറയാം, നീയൊക്കെ ഇങ്ങനെ എന്നാണ് ഇത് എന്നൊക്കെ ചോദിച്ചാൽ, അതാണ് വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വീണ്ടും വിഷയാസക്തി. അപ്പൊ നിങ്ങളതിന് ഏത് പാവം അപ്ലൈ ചെയ്തോ? മദ്യപാനം മാത്രമല്ല, അശുദ്ധി മാത്രമല്ല, എല്ലാം വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക്. ദുർവിചാരം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓർമ്മ വീണ്ടും കൊണ്ടുവന്ന് പോയാലോ കേട്ടോ, പ്രലോഭിക്കുന്നു. എന്തൊരു വചനം നോക്കി അല്ലേ? അതേപോലെ എന്തൊരു കഷ്ടമാ. അതായത് ചില മനുഷ്യർ പറഞ്ഞിട്ട്, എന്റെ അച്ഛൻ നന്നാവാൻ നോക്കിയാൽ നന്നാവാൻ സംഭവിക്കുകയല്ല, ഇങ്ങോട്ട് ഇടിച്ച് കയറി വരിക. ഇനി അതിന്റെ മുകളിലത്തെ വചനം നിങ്ങളൊന്ന് നോക്കണേ. അതിതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ഈ അവർക്കുണ്ടാകാൻ പോകുന്നത്, അതായത് ഇങ്ങനെ ഈ വ്യക്തമായ വാഗ്ധോരണി കൊണ്ട് പ്രലോഭിക്കുന്നുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് അവര് കാറ്റിൽ തുരത്തപ്പെടുന്ന മേഘങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ട് മുകളിലത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കണം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരാള് തെറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് വന്നു കഴിഞ്ഞാൽ അവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തി, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ ഇടവകയിലൊക്കെ വരുമ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ വരുമ്പോഴും ഒരാൾ നന്മയിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ വരാം. അതിന് ആദ്യം വരുന്ന സൈഡ് കമന്റാ. ചിന്തിച്ചു നോക്ക്. അനുദപിക്കണം. നമ്മളിങ്ങനെ ഓരോ വചനം കേൾക്കുമ്പോണ്ടല്ലോ, കേട്ടോട്ടാ പറയാം, നമ്മൾ ഇരുന്ന് കുറച്ച് ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് അനുദപിക്കാനൊരു മേഖല ദൈവം എവിടെയെങ്കിലും, പ്രായം എത്രയായി, പ്രായം വെച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ദൈവം തരും, അല്ലേ? തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ചു രക്ഷ പ്രാപിച്ചവനെ വിഷയാസക്തമായ വാഗ്ധോരണ വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ കൊണ്ടുപോകും, അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ഇതിനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളങ്ങോട്ട് പറയണം. ഇന്ന് അനേകം ആൾക്കാർക്ക് ഒരു തിരുത്താൻ പറ്റിയാണ്, നോ പറയാൻ പറ്റുന്നില്ല. അവരുടെ പ്രീതി നഷ്ടപ്പെട്ടു പോകുന്നോ? അതിന്റെ അർത്ഥം തന്നെ സ്വർഗത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണല്ലോ ഇതെല്ലാം വരുന്നത്.
സത്യത്തിന് എന്താ? തെറ്റിൽ ജീവിക്കുന്ന ഒരുത്തനെ തിരിച്ചു കൊണ്ടുവരുന്ന സ്വർഗരാജ്യത്തിൽ അവന്റെ പാപങ്ങളുടെ കറകളും കടകളും അല്ലെ കഴുകി കളയുന്ന യാക്കോബ് 5 വചനം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കട്ടെ കേട്ടോ. ധൈര്യമായിരിക്കണം. ഇതൊക്കെ പറഞ്ഞാലും കുത്തു തന്നാലും എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, വലിയ സ്നേഹ കൂട്ടായ്മയിൽ ഈ വചനങ്ങളൊക്കെ ഞങ്ങൾ പങ്കിടാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, ശക്തമായ പരിശുദ്ധാത്മാവിഷയങ്ങളുടെ ഓരോരുത്തരെ നിറയ്ക്കണമേ. നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നന്മറിഞ്ഞതും ചൊല്ലി പ്രാർത്ഥിച്ച ഈ ഓരോ കുടുംബങ്ങളും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും കർത്താവ് ഒരു പുരോഹിതന്റെ ആശീർവാദ സഹായകമായി തീരട്ടെ. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മുൻ തലമുറ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ദുഷ്ടാരൂപിയോട് യേശുവിന്റെ നാമത്തെ കളിപ്പിച്ച് വിട്ടൊഴിഞ്ഞ് കുരിശിനോട് നിബന്ധിക്കപ്പെടുക. കർത്താവേ, ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ രാത്രിയാകട്ടെ. നാളത്തെ പ്രഭാതം അനുഗ്രഹത്തിന്റെ പ്രഭാതമായി മാറട്ടെ. മനസ്സിന് വിഷമമുണ്ടെങ്കിൽ കർത്താവായ ദൈവമേ, വേരുതയ്ക്കും മഞ്ഞുരുങ്ങുന്നത് പോലെ ഉരുകിപ്പോകട്ടെ. സന്തോഷം നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, വചനം നിറയട്ടെ, കൃപ നിറയട്ടെ, സർവോപരി ഈശോ നിറയട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസിക്കാതെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.